പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 1 അടുത്ത പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ പഠിക്കുന്ന പോർഷൻ എക്സാക്റ്റ് ആൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂസ്, അതായത് കൃത്യമായ ഒരു വാല്യൂവും ഏകദേശമായിട്ടുള്ള ഒരു വാല്യൂ. നമ്മൾ ചിലപ്പോൾ ചില കണക്കുകൾ പറയുമ്പോൾ ഏകദേശം ഇത്ര രൂപയായി എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അങ്ങനെയുള്ള വാല്യൂസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പലപ്പോഴും കൃത്യമായ ഒരു നമ്പർ ആവശ്യമില്ല, ഒരു ഏകദേശ കണക്ക് മാത്രം മതിയാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, അക്കോർഡിംഗ് ടു ദി 2011 സെൻസസ് ദ പോപ്പുലേഷൻ ഓഫ് ചിന്താമണി ടൗൺ ഈസ് 76,068. Instead saying that the population is about 75,000 is enough to give an idea of how big the quantity is. അതായത് 2011 സെൻസസിൽ ചിന്താമണി ടൗണിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 76,068 ആയിരുന്നു. അപ്പോൾ ഈ 76,068 പകരം 75,000 ആണ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു സംഖ്യ എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊരു ഏകദേശ കണക്കാണ് പറഞ്ഞത് അല്ലേ. 76,068 പകരം നമ്മൾ 75,000 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ സംഖ്യ എന്തോരം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. There are situations where it makes sense to round up a number. Rounding up is when the approximated number is more than the actual number. അപ്പോൾ ഇവിടെ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന് റൗണ്ട് അപ്പ് ചെയ്യും, രണ്ടാമത്തത് റൗണ്ട് ഡൗൺ ചെയ്യും. അത് ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് റൗണ്ട് അപ്പും റൗണ്ട് ഡൗണും ചെയ്യുന്നത്. നോക്കിയാൽ there are situations where it makes sense to round up a number. Rounding up is when the approximated number is more than the actual number. അതായത് ആക്ച്വൽ നമ്പറിനെ കാട്ടിൽ അപ്രോക്സിമേറ്റഡ് നമ്പർ കൂടുതലാണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൗണ്ടിങ് അപ്പ് ചെയ്യുന്നത്. അതായത് ആക്ച്വൽ നമ്പറിനെ കാട്ടിൽ നമ്മൾ കൂടുതലായിട്ട് എന്ത് പറയും, അപ്രോക്സിമേറ്റഡ് നമ്പർ നമ്മൾ പറയാം. ഫോർ എക്സാമ്പിൾ, ഇഫ് എ സ്കൂൾ ഹാസ് 732 പീപ്പിൾ ഇൻക്ലൂഡിംഗ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ്, ദ പ്രിൻസിപ്പൽ മൈറ്റ് ഓർഡർ 750 സ്വീറ്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് 700 സ്വീറ്റ്സ്. അപ്പോൾ ഒരു സ്കൂളിൽ സ്റ്റുഡൻസും ടീച്ചേഴ്സും സ്റ്റാഫും ഒക്കെ കൂടെ ചേർന്ന് 732 പീപ്പിൾസ് ഉണ്ട്, അതായത് 732 പീപ്പിൾ ഉണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ സ്വീറ്റ് ഓർഡർ ചെയ്യുമ്പോൾ 700 പകരം 750 സ്വീറ്റ്സ് ഓർഡർ ചെയ്യും. എന്തുകൊണ്ടാണ്? ടോട്ടൽ 732, അതായത് 732 പീപ്പിൾസ് ഉണ്ട്. അപ്പോൾ അവർക്ക് 700 സ്വീറ്റ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ തികയത്തില്ലല്ലേ, 32 പീപ്പിൾസിന് കിട്ടാതെ വരും. അപ്പോൾ 732 പകരം ഒരു ഏകദേശം 750 സ്വീറ്റ്സ് എന്ത് ചെയ്യും, പ്രിൻസിപ്പൾ ഓർഡർ ചെയ്യും. അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, 750 എന്ന് പറയുന്നത് ആക്ച്വൽ നമ്പറിനെ കാട്ടിൽ കൂടുതലാണ്. ഇവിടെ എന്താ ചെയ്തത്, റൗണ്ട് അപ്പാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ചാണ് 732 കാട്ടിൽ കുറവ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 32 പീപ്പിൾസിന് കിട്ടാതെ വരും. അപ്പോൾ എന്ത് ചെയ്യണം, കൂടുതൽ ഓർഡർ ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു, റൗണ്ട് അപ്പ് ചെയ്തു. എനിക്ക് there are situation where it is better to round down. റൗണ്ട് ഡൗൺ ചെയ്യുന്നതിലും എന്തുണ്ട്, അവിടെയും സിറ്റുവേഷൻ ഉണ്ട്. റൗണ്ടിങ് ഡൗൺ ഈസ് വെൻ ദി അപ്രോക്സിമേറ്റഡ് നമ്പർ ഈസ് ലെസ് ദാൻ ദി ആക്ച്വൽ നമ്പർ. അപ്പോൾ റൗണ്ടിങ് ഡൗൺ എപ്പോഴാണ്, ആക്ച്വൽ നമ്പറിനെ കാട്ടിൽ അപ്രോക്സിമേറ്റ് നമ്പർ ലെസ് ദാൻ ആകുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ കോസ്റ്റ് ഓഫ് ആൻ ഐറ്റം ഈസ് ₹470, ദ ഷോപ്പ് കീപ്പർ മേ സേ ദാറ്റ് ദ കോസ്റ്റ് ഈസ് അറൗണ്ട് ₹450 ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഇറ്റ് ഈസ് അറൗണ്ട് 500. അപ്പോൾ ഒരു ഐറ്റത്തിൻ്റെ കോസ്റ്റ് 470 ആണ്. അപ്പോൾ ഷോപ്പ് കീപ്പർ എന്ത് പറയും, അത് 450 ആണ് എന്ന് പറയും. 500 പകരം 450 ആണ് എന്ന് പറയും. ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. എന്തുകൊണ്ടാണ്, 470 എന്നുള്ളത് 500 എന്ന് കസ്റ്റമറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഐറ്റത്തിന് കോസ്റ്റ് കൂടുതലാണെന്ന് പറയും അല്ലേ. അതേസമയം 450 പറഞ്ഞാൽ അവർ ആ ഐറ്റത്തിൻ്റെ കോസ്റ്റ് കുറവാണ് എന്നും പറഞ്ഞ് അത് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിറ്റുവേഷൻസ് അനുസരിച്ചാണ് റൗണ്ട് അപ്പും റൗണ്ട് ഡൗണും ചെയ്യുന്നത്. ഇനി അടുത്തത് നിയറസ്റ്റ് നെയ്ബേഴ്സ് വിത്ത്
large number, it is useful to know the nearest thousand, lakh or crore. For example, the nearest neighbors of the number 6 crore 72 lakh 85,183 are shown in the table below. അപ്പോൾ ഇവിടെ ഈ ഒരു നമ്പർ നമുക്ക് ഈ താഴത്തെ ഒരു ടേബിളിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നിയറസ്റ്റ് 1000, ലാക്ക്, ക്രോർ ഇതൊക്കെ വെച്ചിട്ട് റൗണ്ട് അപ്പ് ചെയ്തിട്ടുള്ള നമ്പേഴ്സാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നിയറസ്റ്റ് 1000 എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയേ, 1000ൻ്റെ പ്ലേസിൽ എന്താണ് വരുന്നത്? ഈ 5 ആണ് വരുന്നത് അല്ലേ. അപ്പം നിങ്ങൾ നിയറസ്റ്റ് 1000 റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ ഈ 1000 കഴിഞ്ഞിട്ട് അടുത്ത ഡിജിറ്റ് എന്താണ് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇവിടെ അടുത്ത ഡിജിറ്റ് 1 ആണ് അല്ലേ. 1 ആയതുകൊണ്ട് ഇത് റൗണ്ട് ഡൗൺ ആണ് ചെയ്യുന്നത് കേട്ടോ. അതായത് 85,183 എന്നുള്ളത് നമ്മൾ 85,000 ആയിട്ട് തന്നെ നമ്മൾ എഴുതും. മനസ്സിലായല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 873. അപ്പോൾ ഇതിനെ നമ്മൾ നിയറസ്റ്റ് 10 ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ 10ൻ്റെ പ്ലേസ് കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്ലേസ് ഇവിടെ നോക്കും. അതെത്രയാണ്? ഇവിടെ നമുക്ക് 3 ആണ് അല്ലേ. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് 5-നേക്കാട്ടിൽ ലെസ് ആയിട്ടുള്ള നമ്പറാണ്. ലെസ് ആയിട്ടുള്ള നമ്പർ ആയതുകൊണ്ട് ഈ 3 0 ആയി 870 എന്ന് നമ്മൾ എഴുതും. ഇനി ഇവിടെ 876 ആയിരുന്നെങ്കിൽ ഈ വൺസിൻ്റെ പ്ലേസിലെ ഡിജിറ്റ് 5-നേക്കാട്ടിൽ ഗ്രേറ്റർ ആണ്. അപ്പോൾ ഈ 7ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഇതിനെ 880 എന്ന് എഴുതും. ഓക്കെ, 88 എന്ന് നമ്മൾ എഴുതും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിയറസ്റ്റ് 1000ൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണ്? 1000ൻ്റെ പ്ലേസിൽ ഇവിടെ 5 ആണ്. അപ്പോൾ ഈ 5 കഴിഞ്ഞിട്ട് ഇവിടെ 1 ആണ് അടുത്ത പ്ലേസിലുള്ളത്. അപ്പോൾ ആ 1 എന്ന് പറയുന്നത് 5-നേക്കാട്ടിൽ ലെസ് ആയിട്ടുള്ളൊരു നമ്പറാണ്. അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റുകളെല്ലാം 0 ആക്കിയിട്ട് ഇതിനെ 5000 എന്ന് തന്നെ നമ്മളിതാ ഇവിടെ എഴുതും. കണ്ടല്ലോ. അപ്പോൾ 6 crore 72 lakh 85,000 എന്ന് നമ്മൾ റൗണ്ട് ഡൗൺ ആണ് ഇവിടെ ചെയ്ത് എഴുതിയിട്ടുള്ളത്. അടുത്തത് നിയറസ്റ്റ് 10,000. അപ്പോൾ 10,000 എഴുതുമ്പോൾ ഇവിടെ നോക്കിയേ, 10,000ൻ്റെ പ്ലേസിൽ ഇവിടെ 8 ആണുള്ളത് അല്ലേ. അപ്പോൾ ഈ 8 കഴിഞ്ഞിട്ട് അടുത്ത ഡിജിറ്റ് എന്താണ്? 5 ആണ് അല്ലേ. അപ്പോൾ 5 അതിൽ കൂടുതലോ ആണെങ്കിൽ നമ്മൾ റൗണ്ട് അപ്പ് ചെയ്താണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ 5 ആയതുകൊണ്ട് ഈ 8ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് നമ്മൾ എന്തെഴുതും? 9 എഴുതും. അതാണ് ഇതാ ഇവിടെ എഴുതിയിട്ടുള്ളത്. 6 crore 72 lakh 90,000. കണ്ടോ, 8 എന്തായി? 9 ആയി. ഇനി അടുത്തത് ലാക്കിൻ്റെ പ്ലേസ്, നിയറസ്റ്റ് ലാക്കിൻ്റെ പ്ലേസിൽ 2 ആണ്. അപ്പോൾ 2 കഴിഞ്ഞിട്ട് അടുത്ത ഡിജിറ്റ് ഇവിടെ എന്താണ്? 8 ആണ്. 8 ഈസ് ഗ്രേറ്റർ ദാൻ 5. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ലാക്കിൻ്റെ പ്ലേസിൽ 2ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്ത് 3 ആക്കും. ബാക്കിയുള്ള ഡിജിറ്റുകളെല്ലാം 0 ആവും. അപ്പോൾ 6 crore 72 lakh എന്നുള്ളത് എന്താവും? 6 crore 73 lakh എന്നാവും. കണ്ടോ, അങ്ങനെയാണ് നിയറസ്റ്റ് ലാക്ക് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തത് നിയറസ്റ്റ് 10 lakh. 10 lakhൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണ്? 7 ആണ്. അപ്പോൾ ഈ 7 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡിജിറ്റ് നോക്കുക. അതെത്രയാണ്? 2 ആണ്. 2 ഈസ് ലെസ് ദാൻ 5. അപ്പോൾ എന്ത് ചെയ്യും? റൗണ്ട് ഡൗൺ ചെയ്യും. അതായത് ഈ 2 തൊട്ട് ബാക്കിയുള്ള ഡിജിറ്റുകളെല്ലാം 0 ആകും. 7 നമ്മൾ അതേപോലെ എഴുതും. അപ്പോൾ 6 crore 70 lakh എന്നാവും. കേട്ടോ, 7 അതുപോലെ എഴുതി, ബാക്കിയെല്ലാം 0 ആയി. ഇനി നിയറസ്റ്റ് ക്രോറിൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണ്? 6 ആണ് അല്ലേ. 6 അത് കഴിഞ്ഞിട്ട് അടുത്ത ഡിജിറ്റ് 7 ആണ്. 7 ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ എന്ത് ചെയ്യും? ഈ 6ൻ്റെ കൂടെ 1 ആഡ് ചെയ്തെഴുതും. 6 + 1 7. ബാക്കിയുള്ള ഡിജിറ്റുകളെല്ലാം 0 ആവും. അപ്പോൾ നിയറസ്റ്റ് ക്രോർ വരുമ്പോൾ ഇവിടെ 7 crore എന്ന് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡിജിറ്റിൽ നിയറസ്റ്റ് 1000 ആണോ 10,000 ആണോ നിയറസ്റ്റ് ലാക്കാണോ എന്താണ് റൗണ്ട് അപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ തൊട്ടടുത്തുള്ള ഡിജിറ്റ് ലെസ് ദാൻ 5 ആണോ അതോ 5-ന് ഈക്വലോ 5-നേക്കാട്ടിൽ ഗ്രേറ്ററോ ആണോ എന്ന് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് വേണം റൗണ്ട് അപ്പ് ആണോ റൗണ്ട് ഡൗൺ ആണോ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാൻ. എക്സാമ്പിൾ 4,347.
ഇങ്ങനെ ഒരു നമ്പർ നമ്മൾ എടുക്കുന്നു. ഇവിടെ നമ്മൾ എടുത്തിട്ട് നിയറസ്റ്റ് 10 റൗണ്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിയറസ്റ്റ് ടെൻസിൻ്റെ പ്ലേസിൽ എന്താണ് ഇവിടെ 4 ആണുള്ളത് അല്ലേ. അപ്പോൾ 4ൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് നോക്കുക. 4ൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് 7 ആണ്. 7 ഈസ് ഗ്രേറ്റർ ദാൻ 5. ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 4ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്തിട്ട് എഴുതും. അപ്പോൾ എന്താവും? 4 3. ഈ 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 5 ആകും. ഈ 7ൻ്റെ പ്ലേസിൽ നമ്മൾ 0 എന്ന് എഴുതും. അപ്പോൾ 4350 എന്നായി. ഇനി നിയറസ്റ്റ് 100 റൗണ്ട് ചെയ്യാൻ പറഞ്ഞാലോ, 100ൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണ്? 3 ആണല്ലേ. അതിൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് നോക്കുക. ദാറ്റ് ഈസ് 4. 4 ഈസ് ലെസ് ദാൻ 5. 5-നേക്കാട്ടിൽ ചെറുതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 3 അങ്ങനെ തന്നെ എഴുതിയിട്ട് ഈ 2 ഡിജിറ്റുകളും 0 ആക്കി എഴുതും. അപ്പോൾ 4300 എന്നാവും. മനസ്സിലായല്ലോ? ഇത് റൗണ്ട് ഡൗൺ ആയി താഴേക്ക് പോവും. ഇനി അടുത്തത് മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് ചെയ്ത് എഴുതുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്ലേസിൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് നോക്കി എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് നിങ്ങൾ റൗണ്ട് ചെയ്യുക. എനിക്ക് സിമിലർലി റൈറ്റ് ദ 5 നിയറസ്റ്റ് നെയ്ബേഴ്സ് ഫോർ ദീസ് നമ്പേഴ്സ്. അതായത് ഈ നമ്പേഴ്സിൻ്റെ നമുക്കിവിടെ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നിയറസ്റ്റ് നെയ്ബേഴ്സ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 5 നിയറസ്റ്റ് നെയ്ബേഴ്സ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സിമിലർലി റൈറ്റ് ദ 5 നിയറസ്റ്റ് നെയ്ബേഴ്സ് ഫോർ ദീസ് നമ്പേഴ്സ്. 5 നിയറസ്റ്റ് നെയ്ബേഴ്സ് നമ്മൾ ഈ നമ്പറിൻ്റെ എഴുതണം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ റീഡ് ചെയ്യാം? 3,87,69,957 നമുക്കിതിനെ റീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ നിയറസ്റ്റ് 1000 തൊട്ടിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ നിയറസ്റ്റ് 1000. നിയറസ്റ്റ് 1000 എഴുതുമ്പോൾ ഇവിടെ 1000ൻ്റെ പ്ലേസിൽ എന്താണ്? 9 ആണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് നോക്കുക. അതെന്താണ്? ഗ്രേറ്റർ ദാൻ 5 ആണ് അല്ലേ. ഗ്രേറ്റർ ദാൻ 5 ആയതുകൊണ്ട് ഈ 9 നമുക്ക് എന്താക്കാം? 1 കൂടെ ആഡ് ചെയ്യാം. അതായത് ഈ 69 എന്നുള്ളത് അപ്പോൾ എന്താകും? 1 ആഡ് ചെയ്യുമ്പോൾ 70 ആകും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3,87,70,000. നിയറസ്റ്റ് 1000 എടുക്കുമ്പോൾ 3,87,70,000 എന്നാവും. അപ്പോൾ നമ്മൾ 1000ൻ്റെയാണ് എടുത്തത്. ഇനി അടുത്തത് 10,000ൻ്റെ എടുക്കുന്നു. അപ്പോൾ 10,000ൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണ്? 10,000ൻ്റെ പ്ലേസിൽ ഇവിടെ 6 ആണ് അല്ലേ. 6 ആണ്. അതിൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് 9 ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 6ൻ്റെ കൂടെ നമ്മൾ 1ഉം കൂടെ ആഡ് ചെയ്തിട്ട് എഴുതുന്നു. അപ്പോൾ എന്താവും? 3,87,00,000. 6ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 7. ബാക്കി ഡിജിറ്റുകളെല്ലാം നമ്മൾ 0 ആയിട്ട് തന്നെ എഴുതുന്നു. അപ്പോൾ അവിടെ എന്ത് കിട്ടി? 3,87,70,000. രണ്ടിടത്തും സെയിം ആൻസറാണ് കിട്ടിയത് കേട്ടോ. എന്തുകൊണ്ടാണ്? ഇവിടെ ഈ 9ൻ്റെ കൂടാണ് 1 ആഡ് ചെയ്തത്. അപ്പോൾ 69 ആയതുകൊണ്ട് അത് 70 ആയിട്ട് മാറി. ഇവിടെ നമ്മൾ ഈ 6ൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. എന്നിട്ട് ബാക്കിയെല്ലാം 0 ആക്കി. അപ്പോഴും അത് അങ്ങനെ തന്നെ 70,000 ആയിട്ട് മാറി. ഇനി അടുത്ത അപ്പോൾ എന്താണ്? നിയറസ്റ്റ് ലാക്ക്. മൂന്നാമത്തത് നിയറസ്റ്റ് ലാക്ക്. അപ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്? ലാക്കിൻ്റെ പ്ലേസ് നോക്കും. ദാറ്റ് ഈസ് 7. അതിൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് 6 ആണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5 അല്ലേ. 6 ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ എന്ത് ചെയ്യും? ഈ 7ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം നമ്മൾ 0 ആക്കും. അപ്പോൾ 7ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ 8 ആകും. അപ്പോൾ ഇതെന്തായി? 3,88,00,000. ബാക്കിയെല്ലാം നമ്മൾ 0 ആയിട്ട് എഴുതുന്നു. മനസ്സിലായല്ലോ? അതായത് 7ൻ്റെ കൂടെ ഇവിടെ 5-നേക്കാട്ടിൽ ഗ്രേറ്റർ ആയിട്ടുള്ളൊരു ഡിജിറ്റാണ് തൊട്ടടുത്തുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 7ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് 8 ആക്കി. ബാക്കിയെല്ലാം 0 ആക്കി എഴുതി. ഇനി അടുത്ത 4th വൺ നമ്മളിപ്പോൾ നിയറസ്റ്റ് ലാക്കാണ് എഴുതിയത്. അപ്പോൾ ഇനി അടുത്തത് നിയറസ്റ്റ് 10 lakh. 10 lakhൻ്റെ പ്ലേസിൽ എന്താണ്? 8 ആണ്. അപ്പോൾ തൊട്ടടുത്ത ഡിജിറ്റ് 7. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ എന്ത് ചെയ്യും? 8ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് 9 ആക്കും. അപ്പോൾ 3,00,00,000
8ൻ്റെ പ്ലേസിൽ 9 എഴുതി, ബാക്കിയുള്ളതെല്ലാം 0 ആകുന്നു. അപ്പോൾ 3,90 lakh എന്നായി. അപ്പോൾ നിയറസ്റ്റ് 10 lakh വരെ എഴുതി. ഇനി അടുത്ത എന്താണ്? നിയറസ്റ്റ് ക്രോർ വരുമ്പോൾ ഇവിടെ ക്രോറിൻ്റെ പ്ലേസിൽ 3 ആണ്, അടുത്ത ഡിജിറ്റ് 8, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5. അതുകൊണ്ട് എന്ത് ചെയ്യും? 3യുടെ കൂടെ 1 ആഡ് ചെയ്ത് 4 എന്നാക്കും. ബാക്കിയുള്ള ഡിജിറ്റുകളെല്ലാം 0 ആയിട്ട് തന്നെ എഴുതും. അപ്പോൾ എന്ത് കിട്ടി? 4 ക്രോർ എന്ന് കിട്ടി. ഇങ്ങനെയാണ് എഴുതുന്നത് കേട്ടോ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എക്സാമ്പിളൂടെ ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റിനോടെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്ന് പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിയേ, 29,532,481. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം റൗണ്ട് ചെയ്യുന്നത് 1000ൻ്റെ ആണ് കേട്ടോ. അപ്പോൾ 1000ൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണ്? 2 ആണ്. അതിൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് 4 ആണ്. ദാറ്റ് ഈസ് 4 ഈസ് ലെസ് ദാൻ 5. അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ 481 ഈസ് ലെസ് ദാൻ 500 അങ്ങനെ വേണമെങ്കിലും എഴുതാം. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ തൊട്ടടുത്ത ഡിജിറ്റ് മാത്രം എടുത്ത് പറയുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ 481 ഈസ് ലെസ് ദാൻ 500 എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി തൊട്ടടുത്ത ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ഈ 481 ലെസ് ദാൻ 500 എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ നിയറസ്റ്റ് 1000 ആണ് ചെയ്യുന്നത്. 1000ൻ്റെ പ്ലേസിൽ 2 ആണ്. അതിൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അതെന്താണ്? ലെസ് ദാൻ 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലെസ് ദാൻ 5 ആയതുകൊണ്ട് നമ്മൾ ആ ഡിജിറ്റ് അതേപോലെ തന്നെ എഴുതിയിട്ട് ബാക്കിയെല്ലാം 0 ആയിട്ട് എഴുതും. അപ്പോൾ എന്താവും? 29,532,000. ഇനി അടുത്തത് രണ്ടാമത്തത് നിയറസ്റ്റ് 10,000. നിയറസ്റ്റ് 10,000. 10,000ൻ്റെ പ്ലേസിൽ എന്താണ്? 3 ആണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ഡിജിറ്റ് 2 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 5. അപ്പോൾ എന്ത് ചെയ്യും? 3 അങ്ങനെ തന്നെ എഴുതിയിട്ട് ബാക്കിയെല്ലാം 0 ആക്കും. അപ്പോൾ 29,500,000. 3 അതേപോലെ തന്നെ ഇട്ടിട്ട് ബാക്കിയെല്ലാം നമ്മൾ 0 ആക്കുന്നു. അപ്പോൾ എന്തായി? 29,530,000 എന്നായി. ഇനി മൂന്നാമത്തത്, ഇപ്പോൾ നമ്മൾ 10,000 ആണ് ചെയ്തത്. ഇനി അടുത്തത് നിയറസ്റ്റ് ലാക്കിൻ്റെ പ്ലേസിൽ ഇവിടെ എന്താണ്? 5 ആണല്ലേ. അപ്പോൾ 5ൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് 3 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 5. അതുകൊണ്ട് നമ്മൾ 5 അതേപോലെ എഴുതിയിട്ട് ബാക്കിയുള്ളതെല്ലാം 0 കൊടുക്കുന്നു. അപ്പോൾ 29,500,000 എന്ന് കിട്ടുന്നു. ബാക്കിയെല്ലാം നമ്മൾ 0 ആയിട്ട് എഴുതുന്നു. ഇനി അടുത്തത് നിയറസ്റ്റ് 10 lakh. 10 lakh വരുമ്പോൾ 10 lakhൻ്റെ പ്ലേസിൽ 0 ആണ്. 0 ആണ്. തൊട്ടടുത്ത ഡിജിറ്റ് 5 ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ പ്ലേസ് നോക്കുന്നത് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. 10 lakhൻ്റെ പ്ലേസിൽ 0, അടുത്ത ഡിജിറ്റ് 5. 5ന് ഈക്വൽ ആയാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ 0യുടെ കൂടെ 1 ആഡ് ചെയ്യാം. അപ്പോൾ 29 crore. 0യുടെ പ്ലേസിൽ എന്തായി? 1 ആയി. അപ്പോൾ 1 ഈ 5 തൊട്ട് എന്നിട്ട് 0 ആവും. ബാക്കി ഡിജിറ്റുകളെല്ലാം 0. അപ്പോൾ എന്തായി? 29 crore 10 lakh എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ 0 കഴിഞ്ഞിട്ടുള്ള ഡിജിറ്റ് 5 ആണ്. അപ്പോൾ 5ന് ഈക്വലോ 5നെക്കാട്ടിൽ ഗ്രേറ്ററോ ആണ് എങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ പ്ലേസിലെ ഡിജിറ്റിൻ്റെ കൂടെ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 5ന് ഈക്വലാണ്. അതുകൊണ്ട് 0 + 1 ഇവിടെ കൊടുത്തു. ബാക്കിയുള്ള ഡിജിറ്റുകളെല്ലാം എന്താകുന്നു? 0 ആകുന്നു. അപ്പോൾ 29 crore 10 lakh എന്ന് കിട്ടുന്നു. ഇനി അടുത്തത് നിയറസ്റ്റ് ക്രോർ. അടുത്തത് ക്രോറിൻ്റെ പ്ലേസിൽ എന്താണ്? ക്രോറിൻ്റെ പ്ലേസിൽ ഇവിടെ 9 ആണ്. 9 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ഡിജിറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ 5. അപ്പോൾ എന്ത് ചെയ്യും? 9 അതേപോലെ തന്നെ എഴുതിയിട്ട് ബാക്കിയെല്ലാം നമ്മൾ 0 കൊടുക്കും. അപ്പോൾ 29 crore എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ എങ്ങനെയാണേന്ന്? അപ്പോൾ നോക്കിയാൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് വണ്ണിൽ എന്താ ചെയ്തത്? ഫസ്റ്റ് വണ്ണിൽ നിയറസ്റ്റ് 1000 ആണ് ചെയ്തത്. അതിൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് ലെസ് ദാൻ 5 ആയതുകൊണ്ട് ഇവിടെ റൗണ്ട് ഡൗൺ ആണ് ചെയ്തത്. അടുത്ത 10,000ൻ്റെ പ്ലേസ് എടുത്തപ്പോഴും 10,000ൻ്റെ പ്ലേസിൽ 3 ആണ്. നെക്സ്റ്റ് ഡിജിറ്റ് ലെസ് ദാൻ 5 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ റൗണ്ട് ഡൗൺ ആണ് ചെയ്തത്.
അടുത്ത ലാക്കിൻ്റെ പ്ലേസ് എടുത്തപ്പോഴും അടുത്ത ഡിജിറ്റ് ലെസ് ദാൻ 5 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ റൗണ്ട് ഡൗൺ ആണ് ചെയ്തത്. നിയറസ്റ്റ് 10 ലാക്ക് എടുത്തപ്പോൾ അവിടെ എന്താണ് 5ന് ഈക്വലാണ്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്? റൗണ്ട് അപ്പ് ചെയ്തു. ക്രോറിൻ്റെ പ്ലേസ് എടുത്തപ്പോഴും അടുത്ത ഡിജിറ്റ് ലെസ് ദാൻ 5 ആയതുകൊണ്ട് നമ്മളിവിടെ റൗണ്ട് ഡൗൺ ആണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഏത് പ്ലേസ് എടുക്കുന്നോ അതിൻ്റെ തൊട്ടടുത്ത ഡിജിറ്റ് ലെസ് ദാൻ 5 ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റൗണ്ട് ഡൗൺ ചെയ്യും. ഈക്വൽ ടു 5 ഗ്രേറ്റർ ദാൻ 5 ആണ് എങ്കിൽ റൗണ്ട് അപ്പ് ചെയ്യും. മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ.